നമ്മളിന്ന് വൈബില്ലേ വെഡ്ഡിങ്ങിന് എന്നുള്ള പ്രശ്നത്തെ പറ്റി ബേസിക്കലി ആലോചിക്കാനാണ് ഇവിടെ വിചാരിക്കുന്നത്. പല ആലോചനകൾ ഷെയർ ചെയ്യാം, പുതിയ ആലോചനകളിലേക്ക് എത്താം എന്നുള്ളതാണ്. പുതിയത് ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാൽ പോലും. അപ്പോൾ ആദ്യം തന്നെ വൈബില്ലേ വെഡ്ഡിങ്ങിന് എന്നാലോചിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, ഒരു കല്യാണത്തിൻ്റെ ഇടങ്ങളുണ്ടല്ലോ, കല്യാണപ്പുരകൾ അല്ലെങ്കിൽ കല്യാണ ഓഡിറ്റോറിയങ്ങൾ. ഈ ഇടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാർ തമ്മിലുള്ള ബന്ധം, ഈ ഒരു ഏരിയയെ പറ്റി ഇവിടെ ഓരോരുത്തരുടെയും ആലോചനകൾ എന്താണ് എന്ന് ചോദിക്കാം, പറയാം, മനസ്സിലാക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പൊന്നൂനോട് ചോദിക്കാം. പൊന്നൂന് കല്യാണ ഇടങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പൊന്നൂൻ്റെ അനുഭവം എന്നുള്ള നിലയിൽ മാത്രമല്ല, പൊതുവിൽ എങ്ങനെയാണ് ഈ ഇടങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഹലോ, എൻ്റെ പേര് പൊന്നുയിമ. ഞാനൊരു ക്യൂർ പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എൻ്റെ സംസാരങ്ങൾ ആ ഒരു ക്യൂർ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ എനിക്ക് അതിനെ പറ്റിയാണ് കൂടുതൽ പറയാൻ പറ്റുക. അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് പൊതുവെ ഇവിടെ കുറവ് എന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതെൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയായിട്ട് ഞാൻ കാണാണ്. പിന്നെ ക്യൂർ വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് ഞാൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള, മെൻ്റൽ ഹെൽത്ത് ഡിസബിലിറ്റി ഉള്ള, അതിനെ തെറപ്പി എടുക്കുന്ന, സൈക്കാട്രിക് മെഡിക്കേഷൻ എടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഉറപ്പായും ആ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കല്യാണം അല്ലെങ്കിൽ കല്യാണ വീടുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വളരെയധികം വൈബ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു കല്യാണ വീടുകൾ, കല്യാണ ഇടങ്ങൾ, അതിൻ്റെ സൽക്കാരങ്ങൾ, എന്ത് കാര്യമായാലും. കാരണം ഞാൻ സമൂഹത്തിൽ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള നല്ല കുട്ടിക്കുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരാളായിരുന്നു ആ സമയത്ത്. നല്ലൊരു പെൺകുട്ടി, അതും മറ്റേ ആൺകുട്ടികളെ പോലെ അത്രയും ധൈര്യമുള്ള, ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള പെൺകുട്ടി, അപ്പർ കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു വൈബ് ചെയ്യാൻ, വളരെ സ്മൂത്തായിരുന്നു കാര്യങ്ങൾ. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ എൻ്റെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ കൺഫ്യൂഷനും കാര്യങ്ങളും തന്നെ എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും എനിക്ക് ആരോടും സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പിന്നീട് എക്സ്പോഷർ കിട്ടുന്നതായിട്ടും കൂടുതൽ വായിക്കുകയും എന്നെപ്പോലെയുള്ള മറ്റു മനുഷ്യരെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ജെൻഡർ തിരിച്ചറിയുന്നു. ഞാനൊരു ട്രാൻസ് നോൺ ബൈനറി വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നു. എൻ്റെ സെക്ഷുവാലിറ്റി, എനിക്ക് ആണുങ്ങളോടുള്ള പ്രേമത്തിനേക്കാൾ എനിക്ക് പെണ്ണുങ്ങളോടാണ് സ്നേഹം തോന്നുന്നത്. എനിക്ക് രണ്ടുപേരോടും പ്രേമം തോന്നാറുണ്ടെന്ന് അറിയുന്നു. ഞാനങ്ങനെ പെണ്ണുങ്ങളെ പ്രേമിക്കുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നു. പിന്നെ എനിക്ക് ഡിപ്രഷൻ വരുന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, എനിക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സമൂഹത്തിലെ ആ ഒരു നല്ല കുട്ടി ടിക്ക് ബോക്സിൽ പല കാര്യങ്ങളും മാഞ്ഞു തുടങ്ങി. അത് മാഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കല്യാണം അടക്കമുള്ള പല പബ്ലിക് സ്പേസസും വൈബ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് മാറി എന്നുള്ളതാണ്. മുൻപ് വളരെ സന്തോഷത്തോടെ, വളരെ ആകാംക്ഷയോടെ നാട്ടിലൊരു കല്യാണം ഉണ്ട്, എല്ലാവരെയും ഒന്നിച്ച് കാണാനുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ മലബാർ കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ കല്യാണ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും സന്തോഷം തരുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ടിക്ക് ബോക്സിലെ കാര്യങ്ങൾ മാഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു വൈബ് പതുക്കെ പോകുന്നത്. കല്യാണം എന്ന് കേൾക്കുമ്പോഴത്തേക്കും പരമാവധി ഞാൻ ആ സമയത്ത് നാട്ടിലില്ലാണ്ടിരിക്കാനാണ് ശ്രമിക്കുക. സീരിയസ്ലി. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള കല്യാണങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള കല്യാണങ്ങൾ അല്ലെങ്കിൽ ഒത്തുചേരലുകൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഇനി ചോദ്യങ്ങളില്ലെങ്കിലും ഒരുപാട് നോട്ടങ്ങൾ കാണേണ്ടി വരും. എന്തൊരു നല്ല കുട്ടിയായിരുന്നു, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ ആ ഒരു നോട്ടത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂർ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, സമൂഹം പറഞ്ഞു വെച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ടല്ലോ. ഇത്ര വയസ്സിൽ നിങ്ങൾ ഇന്ന വിദ്യാഭ്യാസം കഴിയും, ഇത്ര വയസ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഇത്ര വയസ്സിൽ നിങ്ങൾക്ക് കുട്ടികളാവും. ഇതിൽ നിന്നൊക്കെ ഒരു സ്റ്റെപ്പ് ബാക്കിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇത്തരം ഇടങ്ങൾ വൈബ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്ക് വൈബ് ചെയ്യാൻ പറ്റാത്തൊരു സമയം എത്തിയപ്പോഴാണ് ചെറുപ്പകാലത്തും വൈബ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരെ കുറിച്ച് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഒരേ വീട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ കൂടിയും എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ പബ്ലിക് സ്പേസസ് ഫേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരാളാണ്. ആൾക്ക് ചെറുപ്പത്തിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും
മനസ്സിലാകാൻ പറ്റിയില്ല. ആൾക്കൂട്ടങ്ങൾ വല്ല അതെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. എപ്പോഴും വളരെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഞാനുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ട് വീട്ടിൽ നിന്നാലും നാട്ടിൽ നിന്നാലും അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് പോകുന്നതും അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊരു കൾച്ചറുണ്ട്, പിന്നെ കല്യാണത്തിൻ്റെ രാത്രി ഈ ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗാനമേള വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളും വലിയ ആൾക്കാരെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഡാൻസും പാട്ടും അങ്ങനത്തെ ഒരു ആഘോഷ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ മെയിൻ ഡാൻസറായിരുന്നു, ചാടിപ്പോയി ഡാൻസ് കളിക്കുന്നു, ആ ഒരു സീനായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മുകളിലൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയുടെ സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ ചെന്ന് ഡാൻസ് കളിക്കുക, ചേച്ചി പോകുന്നുണ്ടല്ലോ അതുപോലെ ചെയ്യേ, നീ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആൾക്ക് പറ്റില്ല, ഭയങ്കര ആങ്സൈറ്റിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അനിയത്തിക്ക് ചെറുപ്പത്തിലും സത്യം പറഞ്ഞാൽ വൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പക്ഷേ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റാത്തൊരു സമയമായപ്പോഴാണ് ആൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈബില്ലേ വെഡ്ഡിങ്ങിന് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടത്. അടുത്തതായിട്ട് റാണിയുടെ ആലോചനകളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഒരു 21 വർഷം മുന്നെയാണ് റാണിയുടെ കല്യാണം കഴിയുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ട് അതിന് ശേഷം മുന്നേയും കല്യാണ ഇടങ്ങളിലും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുകയാണ്. മാത്രമല്ല ഇപ്പം വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഇടങ്ങൾ അതിലൊരു വേരിയേഷനും ഉണ്ടാവും. ഇപ്പോൾ കുടുംബപരമായിട്ട് പോകുന്നത് വേറെ, അല്ലാതെ കൊളീഗ്സുമായിട്ട് പോകുന്നത് വേറെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇടങ്ങൾ തമ്മിൽ തോന്നിയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? നമസ്കാരം, ഞാൻ റാണി ശരൺ. ഈ ചോദ്യത്തിന് നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുള്ള വ്യത്യാസമല്ല പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത്. നമ്മൾ നേരത്തെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ഉള്ള കാലത്തും ഇന്നും മാറാതെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിനോടടുപ്പിച്ച് നമ്മുടെ ബന്ധുക്കളിൽ അച്ഛൻ വീട്ടുകാർ അമ്മ വീട്ടുകാർ എന്നുള്ളവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ തുടങ്ങും. അതുവരെയൊന്നും നമ്മൾ ആ ഒരു ഡിഫറൻസ് ഒന്നും കാണില്ല. അവിടെ അച്ഛൻ്റെ ഇത് വന്നപ്പോഴേക്കും അവിടെ മറ്റേ ഇങ്ങോട്ടാക്കി, ഇവിടെ നിന്ന് വന്നപ്പോഴേക്കും അങ്ങോട്ടാക്കി, അപ്പോൾ നമ്മളെ വേണ്ട. അപ്പോൾ നമ്മൾ ഇവരെ കെയർ ചെയ്യുമ്പോൾ മറ്റവർക്ക് തോന്നും ഞങ്ങൾ അല്ലെങ്കിലും അവർ വന്നു കയറിയ വീട്ടിലേ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന കിട്ടിയില്ല. ഈ ഒരു ബേസിക് പ്രോബ്ലം അത് അന്നും ഇന്നും നമ്മൾ കൃത്യമായിട്ട് കാണുന്നൊരു കാര്യം. എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് ഇത്തിരി കുറച്ച് കൂടുതലുണ്ട്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം ഭംഗിയായിട്ട് നടത്തി, അപ്പോൾ അത് ഈ ആളുകളുടെ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താണ് അവരുദ്ദേശിക്കുന്ന ഏറ്റവും ഭംഗിയാവലെന്ന് നമുക്ക് അറിയാത്തൊരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നും, ഇപ്പം ഞങ്ങളുടെ മോൾക്ക് ഇപ്പോൾ 18 വയസ്സായി. അപ്പോൾ അവൾ പറയും, എൻ്റെ കല്യാണത്തിന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ പറയുന്ന ആൾക്കാരെ മാത്രമേ വിളിക്കാവൂ, കുടുംബക്കാർ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് വിളിക്കരുത്. അപ്പം ഞാൻ വിചാരിക്കും, ഇത് നമ്മൾ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ അവർ കണ്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ നമ്മുടെ ബാക്കി സമയത്തെ കാര്യങ്ങളും തീരുമാനങ്ങളും ഒന്നും ഇവരുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ വന്ന് കുറേ കാരണവന്മാരുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, അങ്ങോട്ട് ചെയ്യ്, നീ അങ്ങോട്ട് മാലട്, ഇങ്ങോട്ട് ചാട്, അങ്ങോട്ട് ഓടുന്ന് പറഞ്ഞ് അതുവരെ വൃത്തിയിൽ കല്യാണം. ഇപ്പം ഞാൻ വിഷ്ണുവിനോടൊക്കെ പറയാം, ഡയറക്ടറാണ് വിഷ്ണു, ചിലപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു സീൻ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ആ വിഷ്ണു ചിലപ്പോൾ താലി അങ്ങോട്ടാണോ കെട്ടേണ്ടത് സ്വന്തം കഴുത്തിലാണോ കെട്ടേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഈ രീതിയിൽ നമ്മളെ അവർ കുഴപ്പിച്ച് പണ്ടാറടക്കി കൈ തരുന്നൊരു വല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊക്കെ പൊതുവേ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനൊക്കെ കാലം തെറ്റി പിറന്നു എന്നാണ്. കാരണം പണ്ട് ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഈ പൊന്നു പറഞ്ഞ പോലെ ഈ വലിയ നമ്മൾ ഉയർന്ന ജാതി സോ കോൾഡ് പറയുന്ന അതിൻ്റെ ഒരു പ്രിവിലേജിൽ ജനിക്കുന്നത് അതൊരു പ്രിവിലേജ് അല്ല, സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഈ നിനക്ക് കുടുംബത്തിൽ പിറന്ന സ്വഭാവമില്ല എന്ന് പറയും. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ വീട്ടിൽ ജോലിക്ക് വരുന്നവരോടൊക്കെ ഇത്തിരി അടുപ്പം കൂടുതലാണ്. അവർ ഉരുട്ടി വായിൽ വെച്ചിരുന്ന ചോറിന് ഇത്തിരി സ്വാദ് കൂടുതലാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ പെരുമാറണം എന്ന് നമുക്കൊരു പഠിപ്പിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം പറ്റുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, എനിക്കായിട്ട് എനിക്ക് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള പോലെ ഞാനായിട്ട് പെരുമാറാൻ. കാരണം നമ്മുടെ പ്രായം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. പിന്നെ ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം എന്നത് നമ്മളിപ്പോൾ ആചാരങ്ങളായാലും ചടങ്ങുകളായാലും അത് നടക്കേണ്ട കാര്യങ്ങൾ ആ പവിത്രതയോടെ നടക്കണം എന്ന രീതിയിലാണ് നടന്നിരുന്നത്. ഇന്നിപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ചോയ്സിനും അപ്പുറത്തേക്ക് എന്തൊക്കെ തരത്തിൽ, ഇപ്പോൾ ചിലർ പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം, നമുക്ക് ഇൻസ്റ്റയിൽ ഇടാനുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇടണ്ടെങ്കിൽ ഇവർക്കാർക്കും നമ്മളോട് ഫോട്ടോ എടുക്കണ്ടേ?
അപ്പോൾ ബന്ധങ്ങളുടെ ഒരു വിലയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ വല്ലാതെ ഈ വൈബാക്കുക എന്ന് പറയുന്നത് നമ്മൾ നൈമിഷികമായിട്ട് മറ്റുള്ളവർ കണ്ട് നമുക്ക് തരുന്ന എന്താ പറയുക ലൈക്സിനും വ്യൂസിനും വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ ചുരുങ്ങുന്നുണ്ടോ, ആ ഒരു കാര്യം നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളെയും ബാധിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ പറയും ഹൽദി, സംഗീത് ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമുള്ളത് കൊണ്ട് എന്നതിനുപരി അതിൽ ഭയങ്കര കളർഫുള്ളാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്, നമുക്ക് ഇന്ന പോലെ ഡ്രസ്സ് ചെയ്യുക എന്നാലേ ക്യാമറയിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും ഇമോഷണലി നമ്മൾ ഈ ഒരു മൊമെൻറ്റ് നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും തോന്നാറുണ്ട്. ഇപ്പോൾ വിഷ്ണു ഈ പറഞ്ഞ പോലെ ഒരു 6 മാസം മുന്നെയാണ് വിഷ്ണുവിൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ എന്നാലും അതിന് മുന്നും ശേഷവും കല്യാണങ്ങൾക്ക് പോയിട്ടും വന്നിട്ടും ഉണ്ടാവും. കല്യാണം ഈ ഒരു കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ്, അതുപോലെ ഈ പറയുന്ന ആളുകൾ ഷെയർ ചെയ്ത പോലെ തന്നെ എന്താണ് കല്യാണത്തോടുള്ള അതിൻ്റെ വൈബിങ്ങിനോടുള്ള അപ്രോച്ച്? നമസ്കാരം. അപ്പം കല്യാണത്തിൻ്റെ വൈബിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആണ് അല്ലെ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള കടന്നു പോയിട്ടുള്ള കല്യാണങ്ങളിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു മെയിൽ എന്ന് പറയുന്നതിൽ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ വൈബ് ചെയ്യപ്പെടുന്നത് മദ്യമാണെന്ന് വളരെ ജെന്യുവനായിട്ട് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും. കാരണം നാളെ ഒരു കല്യാണമുണ്ട് ഗുരുവായൂർ, ഇത് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ നാളത്തെ കല്യാണത്തിന് ഇന്ന് പോകുന്നത് തന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് വൈബ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ വൈബിൻ്റെ പുറകിലെ ആൺചിന്തയിലുള്ള ഏറ്റവും എനിക്കൊന്നൊരു 85% അല്ലെങ്കിൽ ഒരു 5% കൂടി 90% പറയാം. കല്യാണത്തിലെ ആണുങ്ങൾ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വൈബ് മദ്യം തന്നെയാണ്. സ്ത്രീകളും ഇല്ലയെന്ന് പറയുന്നില്ല, അങ്ങനെയുണ്ട്. പിന്നെ മദ്യത്തിൻ്റെ അടുത്ത് അലർജിയുള്ള ആൾക്കാർ ആ 10%-ലുണ്ട്. അങ്ങനെ എല്ലാവരും മദ്യമാണെന്ന് ഞാൻ പറയുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഭയങ്കര കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം കല്യാണം നടക്കുമ്പോഴുള്ള അച്ഛൻ മുതൽ ഈ പറയുന്ന പെണ്ണിൻ്റെ ചേട്ടനാണെങ്കിലും എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പം എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അപ്പം ആണുങ്ങൾക്ക് എപ്പോഴും ആ ഒരു മദ്യത്തിൻ്റെ വൈബ് ഉള്ളതാണ്. അത് അന്നും ഇന്നും എപ്പോഴും ഉള്ളതാണ്. അത് ഭയങ്കര ജെനുവിനായിട്ടുള്ളൊരു ആൻസറാണ്. അത് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ കല്യാണത്തിൻ്റെ വൈബുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു വൈബിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലും. ഞാൻ സിനിമാ ചർച്ചകളല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ. കാരണം 6 മാസം മുമ്പ് ഒരു കല്യാണം എൻ്റെ കല്യാണത്തിലൂടെ ഉണ്ടായതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു യൂട്യൂബ് ഇൻ്റർവ്യൂ കൊടുക്കുകയും അത് ചർച്ചയാവുകയും അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു ടോക്കിൽ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വൈബ്. അപ്പം ഞാൻ കണ്ടുവന്ന എൻ്റെ എല്ലാ പാസ്റ്റിൽ ഞാൻ കടന്നു പോയിട്ടുള്ള എൻ്റെ ലൈഫിലുള്ള ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും കസിൻസിൻ്റെയും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കല്യാണങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് പൊളിക്കണം എൻ്റെ കല്യാണത്തിലൂടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ മൂവായിരുന്നു എൻ്റെ കല്യാണം. അത് അങ്ങനെ തന്നെ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പം നമ്മളെപ്പോഴും ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല. പൊളിറ്റിക്സിന് വേറൊരു മാനമുണ്ട്. നമ്മൾ ഈ പേഴ്സണലി പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമേനെ അല്ല നമ്മളെവിടെയും പറയുമ്പോഴും എന്താണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതിൻ്റെ ഈ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പേഴ്സണൽ. നമ്മളേത് രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നു, അതാണ് നമ്മുടെ പൊളിറ്റിക്സ്. അപ്പോൾ ഈ പൊളിറ്റിക്സിന് പാർട്ടി എന്നല്ലാതെ അതിനൊരു പേഴ്സണൽ തലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി നമ്മൾ ഒരു അഡൾട്ടായി കഴിഞ്ഞിട്ട് നമ്മളെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഏരിയയാണ് നമ്മുടെ അഡൾട്ട്ഹുഡിലെ കല്യാണം എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റിൽ കടന്നു പോയിട്ടുള്ള എല്ലാ കല്യാണത്തിന് നോർമലൈസ്ഡ് ചെയ്തതാണെങ്കിൽ തന്നെ അത് ഭയങ്കര ആവശ്യമാണ് എന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കൊരാളുടെ അടുത്ത് പ്രണയം തോന്നുന്ന പോലെയൊക്കെ നോർമലൈസ്ഡ് ആവേണ്ട ഒരു കാര്യമാണ് കല്യാണം കഴിക്കുക. നമ്മൾ ഈ 60-ാം പിറന്നാളൊക്കെ ആഘോഷിക്കുന്ന പോലെയൊക്കെ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി പോലെ കല്യാണത്തിനെ കാണണം എന്ന് തോന്നിയ ഒരാളാണ് ഞാൻ. കല്യാണമാണേലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡിവോഴ്സ് ആണേലും അതും ഭയങ്കര നോർമലൈസ്ഡ് ആവണം എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു പാർട്ണർ വർക്കായില്ല. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിയുടെ ഈ പറയുന്ന സോക്കോൾഡ് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ നമ്മൾ ആ വേർപിരിയലിനെ നമ്മൾ പേടിച്ച് കാണുന്നുണ്ട്, എന്ത് വിചാരിക്കും എന്നുള്ളത്. അപ്പം നമുക്കിത് പൊളിക്കാൻ പറ്റുന്നതിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് കല്യാണം എന്ന് പറയുന്ന സാധനം. കാരണം അത് അത്രത്തോളം വളരെ നോർമലായിട്ട് എറ്റർണൽ ഡേ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാവും എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ ഒരു പരിപാടി പിടിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിൽ വൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ണറിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അപ്പം ഞാനും അഞ്ജലി മാത്രം വൈബ് ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ച ആദ്യത്തെ കാര്യം. കാരണം കല്യാണത്തിൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ ഒരു 3 കൊല്ലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. കല്യാണം കഴിക്കണം, ഇയാളെ തന്നെയാണോ കല്യാണം കഴിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനും കുറേ ചർച്ചകളും ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ കല്യാണത്തിൽ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമേ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ കല്യാണത്തിലെ മറ്റേ സ്റ്റാർ ഓഫ് ദ ഷോ അല്ല, അത് നമ്മളായിരിക്കണം. അതിൽ ഇടേണ്ട ഡ്രസ്സ് മുതൽ എന്ത് ഭക്ഷണം കഴിക്കേണ്ടത്, എവിടെ വെച്ചാണ് കല്യാണം നടത്തേണ്ടത്, എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത് എന്നുള്ള തീരുമാനം ഞാനും അഞ്ജലിയും തന്നെയായിരിക്കും എടുക്കുന്നത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇത് എടുത്തത്. അതുകൊണ്ട് ഞങ്ങളൊരു വൈബ് കില്ലേഴ്സ് ആയിരുന്നു ബാക്കി എല്ലാവർക്കും. കാരണം നമ്മുടെ കല്യാണം ഇങ്ങനെ നടക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ കസിൻസ് ആണെങ്കിലും നമ്മുടെ അങ്കിൾമാരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ദൈവം നാളെ കല്യാണമാണ്, എന്താണ് പരിപാടി ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വളരെ മിനിമൽ രജിസ്റ്റർ മാരേജ് ആയിരുന്നു എൻ്റെയും അഞ്ജലിയുടെയും. പിന്നെ ഞങ്ങൾ വളരെ അടുത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു റിസോർട്ടിലൊരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഭംഗിയായിട്ടത് ഷൂട്ട് ചെയ്ത് ആൾക്കാരെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹൽദി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളത് വളരെ അത്രത്തോളം സിംപ്ലിഫൈഡ് ആയിരിക്കണം ആ പരിപാടി. അതിന് അങ്ങനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ല ആൾക്കാർ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നും, ഞാൻ സിനിമയിലുള്ള ഒരാളായതുകൊണ്ട് അതിന് ഏത് ലെൻസ് യൂസ് ചെയ്യണം, ക്യാമറയ്ക്ക് ഏത് ലെൻസ് യൂസ് ചെയ്യണം, ഞങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം, ഞങ്ങൾ അവളെ എത്ര മാല ഇടണം, എത്ര വള ഇടണം എന്നുൾപ്പെടെ എല്ലാം ഞങ്ങൾ ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് രസമായിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇത് പിന്നെ സിനിമയുടെ വല്ല പ്രോമോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ സാധനം പല ആൾക്കാരും കാണുകയും അത് അങ്ങനെയാണ് എന്നെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ അഞ്ജലിനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അങ്ങനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നോർമലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നീ സിനിമക്കാരനായിട്ടുണ്ടെങ്കിൽ നീ ഇൻ്റർവ്യൂവിന് പൊക്കോളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ അപ്പോൾ ശരിയെന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും എന്നെ അഞ്ജലിനെയാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പം വൈബ് ചെയ്യാന്ന് പറയുന്നത് ആരാണോ കല്യാണത്തിന് റെഡി ആവേണ്ടത് അയാൾ ആയിരിക്കണം അത് വൈബ് ചെയ്യേണ്ടത്. അയാളുടെ വൈബിലൂടെ ആയിരിക്കണം ഇത് പോകുന്നത്. അത് ഞാൻ കണ്ടുവന്നിട്ടുള്ള അല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ ആ വൈബ് ഏറ്റവും ലീസ്റ്റായിട്ട് അല്ല ഒട്ടും ആ വൈബിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളാണ് താലി കെട്ടുന്നതും താലി കെട്ടപ്പെടുന്ന ആളും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് വെച്ചിരുന്ന എൻ്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ അർഹനായിട്ടുള്ള ഈ മൈക്ക് വെച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണോ കല്യാണം കഴിക്കുന്നത് അയാളുടെ വൈബായിരിക്കണം എല്ലായിടത്തും റിപ്ലൈ ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. കല്യാണത്തിന് വൈബില്ല എന്ന് പറയുന്ന എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഓക്കെ, ഞാൻ 3 പേരോടും എന്നുവെച്ചാൽ ഇപ്പോൾ പൊന്നൂനെ അറിയാവുന്നത് കൊണ്ട് തന്നെ പൊന്നൂൻ്റെ തോട്ട്സ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും കേട്ടിട്ടുണ്ട്. റാണിയെ ആണ് എനിക്ക് അത്രയും അറിയാത്തത്. അപ്പം ഞാൻ 3 പേരും വെഡ്ഡിങ് വൈബ്സിനെ പറ്റി പറയുന്നത് കേൾക്കുക വഴിയാണ് നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനും കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും ആ ഒരു ഇതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം വൈബില്ലേ വെഡ്ഡിങ്ങിന് എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു പാനലിന് ആ ചോദ്യത്തിൽ തന്നെ ഒരു ബയാസ് ഉണ്ട്. അതായത് വെഡ്ഡിംഗ് ഒന്നും ആർക്കും വൈബില്ലാത്ത പരിപാടി ആയോ എന്നുള്ളൊരു സങ്കടം പറച്ചിൽ ആ ചോദ്യത്തിലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 70കളിലും 80കളിലും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുത്തിട്ടുള്ള വളരെ ചെറിയ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ളൊരു മാറ്റങ്ങൾ പിന്നെ മില്ലേനിയൽസും ജെൻസിയും ഒക്കെ വരുമ്പോൾ വിവാഹത്തിനോടുള്ള അവരുടെ അപ്രോച്ച് മാറിയിട്ടുണ്ട്. വിവാഹം ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം ആയിട്ട് കാണുന്ന അവസ്ഥ മാറിയിട്ടുണ്ട്. അതിപ്പം ചിലപ്പം ജോലിയൊക്കെ കിട്ടിയിട്ട് ഒന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതല്ലെങ്കിൽ വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് മാക്സിമം ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലിവിങ് ടുഗദർ ആയിട്ട് ഒരുപാട് വർഷം ജീവിച്ചിട്ട് പിന്നെ വിവാഹം കഴിക്കുകയും അങ്ങനെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വിവാഹം തന്നെയാണ് സൊസൈറ്റിയിൽ ഒരു മെജോറിറ്റി ഒപ്പീനിയൻ അല്ലെങ്കിൽ മെജോറിറ്റി തിരഞ്ഞെടുപ്പായിട്ട് നിലനിൽക്കുന്നത്. കാരണം വ്യവസ്ഥ അങ്ങനെയാണ്. എന്നാൽ ഈ ഒരു ഗ്രോയിങ് മൈനോറിറ്റിയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഈ സെഷനെ കാണേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സങ്കടം പറച്ചിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് വിവാഹം എന്തായാലും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിവാഹം നടക്കാത്ത അവസ്ഥയെ ആണ് നമ്മൾ ആ പക്ഷത്തിനോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നാണ്
എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാഹം എങ്ങനെ ആയിരിക്കണം, അതായത് വിവാഹത്തോടുള്ള ഒരു സമൂഹത്തിൻ്റെ അപ്രോച്ച് എന്തായിരിക്കണം, ഒരു വ്യക്തിയുടെ അപ്രോച്ച് എന്തായിരിക്കണം, അത് ആ തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ ഫാക്ടറുകളാണ് വരുന്നത്, തിരഞ്ഞെടുക്കാതിരിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ ഫാക്ടറുകളായിരിക്കും വരുന്നത് എന്നതിനെ പറ്റി 3 പേരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യം പൊന്നു. ശരി, ഞാൻ ഈ ഒരു ചോദ്യത്തിലോട്ട് അതിൻ്റെ ഒരു മറുപടിയിലോട്ട് വരുന്നതിന് മുന്നേ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു. നേരത്തെ റാണി ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തിൽ വിയോജിപ്പ് പറയാതെ പോകുന്നത്, പ്രത്യേകിച്ച് ഒരു അപ്പർ കാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആ പവർ കയ്യിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കലും മറ്റേ ഇതുണ്ടല്ലോ, അപ്പർ കാസ്റ്റ് ആയതുകൊണ്ട് അതൊരു പ്രിവിലേജ് അല്ല, അത് നമുക്ക് വേറെ ഒരു ഇതാണെന്നുള്ള ഞാൻ ഒട്ടും അതിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ജനിച്ച സമയം മുതൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മൊമെൻറ്റ് പോലും നമുക്ക് ആ കാസ്റ്റ് തരുന്ന പ്രിവിലേജ് ഉണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മുടെ വിഷയം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പക്ഷെ അത് പറയാതെ പോരുത് എന്ന് തോന്നിയുകൊണ്ട് മാത്രം മെൻഷൻ ചെയ്തതാണ്. ഇനി ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, കല്യാണത്തിനോടുള്ള അപ്രോച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ സഹയാത്രികയായിട്ടാണ് എന്ന ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മേജർ ഒരു ഏരിയ വരുന്നത് ക്രൈസിസ് ഇൻ്റർവെൻഷനാണ്. ആളുകൾക്ക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ലീഗലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും അല്ലാതെയുള്ള ബന്ധങ്ങളിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരുപാട് ഈ വീട്ടുകാർ എതിർക്കുന്ന പ്രണയങ്ങളും റിലേഷൻഷിപ്പുകളും ഒരുപാടുണ്ടല്ലോ. വീട്ടുകാരുടെ നിലവാരത്തിനോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കാത്ത സമയത്ത് ആ ഒരു പ്രണയിക്കുന്ന ആളുകൾ വേഴ്സസ് വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ വരുന്നൊരു ഫൈറ്റ് വരുന്നൊരു സമയം ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞങ്ങളുടെ പ്രണയം സത്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പ്രണയമുണ്ട്, അത്രയും സ്നേഹമുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് ഈ എന്താ പറയുക, കല്യാണം കഴിക്കാം, നമുക്ക് കാണിച്ചു കൊടുക്കാം, ശരിയാക്കാം. ആ ഒരു സാധനം ഒബ്വിയസ്ലി നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ സ്നേഹം എത്തി ലാസ്റ്റ് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ്. അപ്പോഴാണ് നിങ്ങൾ പ്രൂവ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യു ആർ നോട്ട് ഇനഫ് ഓഫ് എന്താ പറയുക പ്രേമിക്കബിൾ പീപ്പിൾ, ആ ഒരു സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ഉള്ള ആൾക്കാരുള്ള ഒരു ടഗ് ഓഫ് വാറിൻ്റെ സമയത്ത് കല്യാണം ഒരു ഓപ്ഷനായിട്ട്, ഇപ്പം വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ പുറത്ത് നമ്മളെ സോക്കോൾഡ് ഒളിച്ചോടൽ അങ്ങനെയായിട്ടോ അല്ലാതെയായിട്ടോ പുറത്ത് വരുന്ന മനുഷ്യർ പിന്നീട് ആ ഒരു ടഗ് ഓഫ് വാർ ജസ്റ്റ് ഒന്നങ്ങടെ ഒതുങ്ങി വരുന്ന സമയത്ത് ഓക്കെ, ഒന്നിച്ച് ജീവിക്കാൻ പ്രണയം മാത്രം പോരാ എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിൽ എത്തുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിലോട്ട് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നിച്ച് ഒരാളുടെ ഒപ്പം ജീവിക്കുന്നു, അതൊരു ആ സമയത്ത് പ്രണയം സ്നേഹം മാത്രമാണോ, വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പോകാനും പറ്റും. ഇനി പോകാൻ പറ്റിയില്ലേ നമ്മൾ എന്താ ചെയ്യുക, പോകാൻ പറ്റാത്തത് ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ കല്യാണം പോലെ തന്നെ ഡിവോഴ്സും, അതേപോലെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതുപോലെ ബ്രേക്കപ്പുകളും ഡീഎസ്കലേഷൻസുകളും, അതായത് അതെല്ലാം വളരെ നോർമൽ ആവേണ്ട കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ പക്ഷേ തുടക്കത്തിൽ ഈ പ്രണയം പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സാധനം മാത്രം ഫോക്കസ് ആവുന്ന സമയത്ത് ഇങ്ങനെ മറ്റുള്ള മനുഷ്യന്മാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ കല്യാണത്തിലോട്ട് പോകുന്ന മനുഷ്യന്മാർ പലപ്പോഴും ആ ബന്ധത്തിൽ നിന്ന്, ആ ബന്ധം എത്രത്തോളം ടോക്സിക് ആയാൽ പോലും അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പെട്ടുപോകുന്നതായിട്ട് ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സുകൾ ആയിക്കോട്ടെ, ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പുകളായിക്കോട്ടെ. അപ്പം എന്താ വെച്ചാൽ അവർക്ക് ഇറങ്ങി തിരിച്ച് ചെല്ലാൻ ഒരു സ്ഥലവും ഇല്ല. ഇനിയിപ്പോൾ തിരിച്ച് ചെല്ലണമെങ്കിൽ തന്നെ ഈ പ്രണയത്തിനെ നിരാകരിച്ച് വേണ്ടി വരും അവർ ചെല്ലാൻ വേണ്ടി. ദിസ് വാസ് റോങ്, യു ആർ റൈറ്റ്, ദിസ് വാസ് റോങ് എന്ന് പറയണം. അല്ലാതെ ഞങ്ങൾക്ക് പ്രണയം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, പക്ഷെ ഒന്നിച്ച് ജീവിക്കണം നടക്കില്ലപ്പാ, അപ്പോൾ വി ആർ കമ്മിങ് ബാക്ക്, ആ പരിപാടിയും പറ്റൂല. അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് ഈ കല്യാണത്തിനെ ടോപ്പിൽ എത്തിക്കുന്നതുകൊണ്ട് കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പകരം മനുഷ്യന്മാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം സ്നേഹം തോന്നും, ലെറ്റ് ദം ടേക്ക് ദെയർ ടൈം. അതിനെ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളൊരു രീതിയിലോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു പൊസിഷൻ എല്ലാവരും വന്നെങ്കിൽ മാത്രമേ ആ ഒരു ഫൈറ്റ് കുറയുകയും നാട്ടുകാരോടെ പ്രണയം പ്രൂവ് ചെയ്യാനുള്ള ഫൈറ്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ തമ്മിൽ പ്രേമം എങ്ങനെയൊക്കെ വർക്കാവുന്നുണ്ട്, വർക്കാവാത്ത ഏരിയ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്നു
എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫാക്ടർ ഉണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പോൾ എൻ്റെ കേസ് പറയുവാണെങ്കിലും ഞാനും കല്യാണം എന്ന് പറഞ്ഞൊരു സാധനം ഒരാൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ. ഇപ്പോൾ ഞാനൊരു പോളിയാമറസ് പേഴ്സണാണ്. എനിക്ക് ഒരേ സമയം ഒന്നിലധികം ആളുകളോട് പ്രണയം തോന്നുന്നതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ കല്യാണ സിസ്റ്റത്തിലോട്ട് ഞാനെങ്ങനെ കയറാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒന്നിച്ച് താമസിക്കുക, ലിവിങ് ടുഗദർ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ സെക്യൂരിറ്റി തരുന്ന, സപ്പോർട്ട് തരുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നൊരു ആളും കൂടിയാണ് ഞാൻ. ഓക്കെ, വിഷ്ണു. എനിക്ക് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത് ബേസിക്കലി കല്യാണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പം നമുക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് കല്യാണം. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളല്ല ആ തിരഞ്ഞെടുപ്പ് എടുക്കുന്നത്. അതൊരു സോഷ്യൽ സ്റ്റിഗ്മയിൽ പെട്ടുപോയിട്ട് നമ്മുടെ ഫാമിലിയും അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറുണ്ട്. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും കല്യാണം കഴിച്ചു പോയി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് കല്യാണത്തിലേക്ക് ഡ്രൈവ് ചെയ്യും. കാരണം എത്ര നാളാണ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ എൻ്റെ 35-ാം വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് എൻ്റെ വൈബ് മാച്ച് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന സോക്കോൾഡ്, കാരണം ഞാൻ ഈ പറയുന്ന പല പ്രിവിലേജുകളും, ആണെന്ന പ്രിവിലേജ് മുതൽ കുറേ പ്രിവിലേജുകൾ, സിനിമ നടന്നുള്ള പ്രിവിലേജ്, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന പ്രിവിലേജ്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്കും ഈ പ്രഷറൊക്കെ അടിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കണ്ടേ, എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളൊരു പരിപാടിയിൽ ഞാനും പെട്ടുപോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്രയും പ്രിവിലേജ് ആസ്വദിക്കുന്ന എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ ഈ പ്രിവിലേജ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തേരെ പ്രഷറിലൂടെ അവർ കടന്നു പോകുന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനിതുപോലെ കല്യാണം കഴിക്കാൻ ലേറ്റ് ആയപ്പോൾ ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ള പല ആൾക്കാരുടെ അടുത്തും നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ജെന്യുവനായിട്ടുള്ള, എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ, നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പം മാത്രം നീ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് അതെ അത് നമ്മുടെ ഒരു ബയോളജിക്കൽ ഫാക്ടറോടെ ആയിരിക്കും ചിലപ്പോൾ. നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ തോന്നുന്നുണ്ട്, കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് അതിൻ്റെ ലൈൻ വരയ്ക്കുന്നത് എന്നുള്ളൊരു പരിപാടി എനിക്കറിയില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഒരു ചർച്ച എങ്ങനെയാണല്ലോ. അപ്പോഴും എനിക്ക് നിനക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ നീ കല്യാണം കഴിക്കൂ എന്നുള്ളൊരു ഉത്തരം എനിക്ക് ഭയങ്കര ജെന്യുവനായിട്ട് ഫീൽ ചെയ്തെങ്കിലും അതിനൊരു അതിൻ്റെ കറക്റ്റ്നെസ് എത്രത്തോളം ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ജെന്യുവനായിട്ടുള്ളൊരു ഉത്തരം എനിക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതായത് കല്യാണം കഴിക്കാൻ തോന്നുമ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ അതിൽ ഉപരിയായിട്ട് നമുക്കിപ്പോൾ വൈബ് എന്നൊക്കെ പറയുന്ന ആ വാക്കൂടെ കൂടുതൽ കണക്ട് ചെയ്ത് നമ്മുടെ കുറേ ചെക്ക് പോയിൻറ്റ്സുകൾ ടിക്ക് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന ഒരു ആദ്യത്തെ അട്രാക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പം നമ്മൾ പ്രണയം ഒബ്വിയസ്ലി ഉണ്ടാവും, നമുക്ക് പാർട്ണറുടെ അടുത്ത് പ്രണയം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഫോൾ ഇൻ ലവ് ട്വൈസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് രണ്ടാമതൊരിക്കലൂടെ നമ്മൾ പ്രണയത്തിലാവണം. അതുണ്ടാവും, അതിനെപ്പറ്റി അല്ല ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് നമുക്ക് ഇപ്പം നമ്മളൊരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അയാളുടെ അടുത്ത് കാര്യം പറയുന്നു, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നു, നമ്മൾ ശരി ആ ഒരു ജേർണിയിലേക്കുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ അവിടെ മുതൽ അത് കുറേ നാളത്തെ യാത്രയായിരിക്കും അത്. അപ്പോൾ ആ ഒരു യാത്രയിൽ നമ്മൾ അയാളുടെ പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും ഒക്കെ കണ്ട് ദൈവം ഇങ്ങനെ ഒരാളെയാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളും ഒക്കെ അതിലൂടെ കടന്നു പോയി ഇയാളുടെ എല്ലാ നെഗറ്റീവുകളും കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആണുങ്ങൾ ഈ നെഗറ്റീവ്നെസ് ഹൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അത് പെണ്ണുങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ നമ്മൾ പൊളിച്ച് നമ്മുടെ മാക്സിമം നെഗറ്റീവ്നെസ് പുറത്ത് കാണിക്കുകയും അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ എല്ലാ അവസ്ഥകളും കണ്ടിട്ട് രണ്ടാമതൊന്നുകൂടെ ഒരു ഇഷ്ടം ജനിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രണയം പിന്നീട് ഉണ്ടാവും, പലപ്പോഴും പല സമയങ്ങളും കെട്ടുപോകാത്ത പ്രണയങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ആ സെക്കൻഡ് ടൈമിലൊരു പ്രണയം ഉണ്ടാവുകയും അതായിരിക്കണം നമ്മളെ കല്യാണത്തിലേക്ക് കൊണ്ടുപോവുകയും എന്ന് തോന്നി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നന്നായിരിക്കും. കാരണം അയാളുടെ എല്ലാ അവസ്ഥകളെയും നമ്മൾ കാണുകയും അത് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എല്ലാം ശരിയായിരിക്കും, ചിലപ്പോൾ ഒരു റീസൺ ആയിരിക്കും പറ്റാത്തത്, ചിലപ്പോൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. അതും നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഞാൻ വളരെ ചെറിയ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഫോളിങ് ഇൻ ലവ് ഫോർ ദ സെക്കൻഡ് ടൈം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫോർ അവർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ
ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് തുടങ്ങാം അതിനെപ്പറ്റി. കാരണം അങ്ങനെ ഒരു 4 hour പരിപാടി ഇല്ല കല്യാണത്തിനെന്നല്ല ഒരു പരിപാടിക്കും 4 hour എന്ന് പറഞ്ഞൊരവസ്ഥയില്ല. അപ്പോൾ അത് കല്യാണം ഈസ് 4 hour, മൈ ലൈഫ് പാർട്ട്ണർ ഈസ് 4 hour എന്ന് പറഞ്ഞൊരവസ്ഥയില്ല. 4 hour എന്ന് പറയുന്നത് നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 4 hourൻ്റെ ഇത് ഭയങ്കര ചെറുതാണ്. അപ്പം ബാക്കിയുള്ള ആ ഇൻഫിനിറ്റി 4 hourലേക്ക് ഈ 4 hourലൂടെ കടന്നു പോയി നമ്മൾ അതിലേക്ക് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്ന പണി നമ്മൾ എടുക്കണം. നമുക്കൊരു പെണ്ണ് കിട്ടി, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇതിൽ ജീവിക്കുന്നത്. പെണ്ണ് മാത്രമല്ല കേട്ടോ, എല്ലാ അക്രോസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുകയാണ്. അല്ല ഞാൻ പറയണം, അത് പറയുന്നത് ശരിയല്ല, അടുത്തിരുന്നുകൊണ്ട്. അതെ. അപ്പോൾ പാർട്ട്ണർ യെസ്. അപ്പോൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള എനിക്ക് പെണ്ണ് കിട്ടി, രക്ഷപ്പെട്ടു, ഞാൻ സൊസൈറ്റിയുടെ മുമ്പിൽ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തു, എനിക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥേനേക്കാളും ഉപരി കല്യാണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ പെർസ്പെക്റ്റീവ് ഭയങ്കര വലുതാണ്. ആ 4 hour നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല പണി ഡെയിലി ബേസിസിൽ നമ്മൾ എടുക്കേണ്ടതിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും. അത് കൂടുതലാണത്. അപ്പോൾ ആ 4 hourness ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 4 hour പരിപാടിയില്ല. കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ഇത്ര പോസിറ്റീവ്നെസ് ഉണ്ടല്ലോ, നീ എന്നിട്ട് ആ ചെറിയതിലാണ് നീ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയുന്നതിലും കാര്യമില്ല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് അവളൊട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലും കാര്യമില്ല. അപ്പോൾ ഇത് ആ പ്രൊപ്പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറയുന്ന പോലെ കല്യാണം, മാരേജ് ഈസ് നോട്ട് അബൌട്ട് 100% മാച്ചിങ് അല്ല, സ്റ്റാർസ് മാച്ച് ചെയ്യുന്നതല്ല കല്യാണം എന്ന് പറയുന്ന പരിപാടി. ചിലപ്പോൾ ഒരു 10-90 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 60-40 ഒക്കെ ആയിരിക്കും. അതിനെ ഒരു പ്രൊപ്പോർഷനിലൊക്കെ എത്തിച്ച് നമ്മളെ ഹെൽത്തിയും ഫ്രൂട്ട്ഫുള്ളും ഹാപ്പിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജേർണിക്കാണ് 4 hour എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെ ഇതും അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷനുണ്ട്. പിന്നെ ഈ പറയുന്ന സീസൺ ചേഞ്ച് ഡു പീപ്പിൾ എന്ന് പറയുന്ന പോലെ ആൾക്കാരും ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയാണ്. കാരണം നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി. കാരണം നമ്മൾ 16-ാം വയസ്സിൽ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ 25-ാം വയസ്സിൽ ചിന്തിക്കുന്നത്. അതുപോലെ അല്ല 30-ൽ ചിന്തിക്കുന്നത്. നമുക്ക് പ്രായമാവും തോറും നമ്മുടെ ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടാകുന്ന തോറും നമ്മുടെ ബോഡിയിലുള്ള പല മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചിന്താരീതികളും നമ്മുടെ അവസ്ഥകളും ഒക്കെ മാറും. അതൊക്കെ നമ്മുടെ ബിഹേവിയറൽ പാറ്റേണുകളിൽ നമ്മൾ മരിക്കുന്നിടം വരെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാകുന്നിടം വരെ ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറുന്ന ആൾക്കാരാണ് മനുഷ്യർ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ. ആ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. അതൊരു മാറ്റമാണെന്ന് മനസ്സിലാക്കി ആ മാറ്റം അക്സെപ്റ്റ് ചെയ്യാനൂടെയുള്ള ഒരു പരിപാടി ആയിരിക്കണം കല്യാണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആറ്റിക്കുറുക്കളികൾ എൻ്റെ ഒരു ടൈം അല്ല ആ ഒരു അത്രത്തോളം മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ ഇത്രത്തോളം കോംപ്ലക്സ് ആണ് കല്യാണം എന്നുള്ളതാണ്, ഇത്രത്തോളം ചിന്ത ഇതിൻ്റെ പുറകിൽ ഉണ്ടാവണം. ഞാൻ ഇത്രത്തോളം ചിന്തിച്ച് കൂട്ടി കല്യാണം കഴിച്ചെങ്കിൽ നാളെ ഞങ്ങൾ തമ്മിൽ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്, നമുക്ക് വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ തോന്നുന്നു. താങ്ക് യു. റാണി, ഇപ്പം ഇവർ രണ്ടുപേരും സംസാരിച്ചതിൽ നിന്നുകൊണ്ട് ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, ഞാൻ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 പെൺകുട്ടികളുടെ പ്രണയമാണത് പറയുന്നത്. അതിൽ ഒരു മുട്ടാപ്പോക്ക് അമ്മയായിട്ടാണ് അഭിനയിച്ചത്. കാരണം സ്വന്തം മകൾ ഈ പ്രണയം പറയുമ്പോൾ പ്രകൃതി വിരോധി എന്ന് മകളെ വിളിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസൊക്കെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മകളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? ഞാൻ അന്ന് പറഞ്ഞ ഒരു ഉത്തരം തന്നെ ഇന്ന് ഈ ആൾക്കൂട്ടത്തെ നിർത്തിക്കൊണ്ടും പറയുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ മകളുടെ ഒരു ചോയ്സ് അതാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും. കാരണം അവളൊരു വേറെ ഇൻഡിവിജ്വലാണ്. ഞങ്ങൾ ജനിപ്പിച്ചു. കാരണം എന്താ പറയുക, നമ്മുടെയൊക്കെ തലമുറയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് അങ്ങനെ, നിന്നെ ഞങ്ങൾ ജനിപ്പിച്ചില്ലേ, നിന്നെ ഇത്ര വളർത്തിയില്ലേ, അപ്പോൾ ഇതെന്തോ നമുക്കൊരു ഔദാര്യം ചെയ്യുന്നത് പോലെ ഞങ്ങൾ ജനിപ്പിച്ചു, അവർ ജനിപ്പിച്ചു, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ മോളെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ സന്തോഷത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രണയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടാവുന്ന കുട്ടിയാണ്. അല്ലാതെ അവൾ വന്നിട്ട് എന്നെ ഒന്ന് ജനിപ്പിച്ചു തരൂ പ്ലീസ്, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നില്ല. പിന്നെ ഈ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് അവരെ നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കുക. അതല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്തു തന്നല്ലോ, നിനക്ക് ഞാൻ ഇത് തന്നില്ലേ, നിന്നെ ഞാൻ സ്ലീവ്ലെസ് ഇടാൻ സമ്മതിച്ചില്ലേ, ഇതൊന്നും നമുക്കൊരു ഇതല്ല. വളർന്നു വരുമ്പോൾ അവരും കാണുന്നത് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ കണ്ടതിനേക്കാൾ ഷാർപ്പായിട്ട് ലോകത്തെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരായിട്ട് തന്നെ വളരാനുള്ളൊരു സാഹചര്യം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിൽ പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യം. കാരണം ഇപ്പോൾ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ തന്നെയും ആ കുട്ടി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ഞാനൊന്നും ഒരു വിവരമില്ലാത്ത ഒരാളാണല്ലോ,
നമ്മൾ കാരണം എന്ത് പറയുമ്പോഴും ഞാൻ ഇത്ര പ്രായമായ ഒരാളാണ്, ഞാൻ ഇത്ര ഓണം ഉണ്ടിട്ടുണ്ട്, ഈ ഓണം ഉണ്ട കണക്കും ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓണം ഉണ്ട കണക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തേക്കാൾ കാളൻ ഇപ്പോൾ ടേസ്റ്റ് കുറവാണ്, ഓലനിൽ ഇപ്പോൾ ഉപ്പിടാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ പറയാമെന്നല്ല, നമുക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ വിഷ്ണു പറഞ്ഞൊരു പോയിന്റിലേക്ക്, ഇപ്പോൾ ഫോർ എവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് വിഷ്ണു പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിലേക്ക് നമ്മൾ കണക്റ്റ് ആവുന്ന പ്രായത്തിലോ അല്ലെങ്കിൽ മാനസികാവസ്ഥയിലോ ആയിരിക്കണം എന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ശരിക്കും നമ്മൾ അവരെ കൂടുതൽ, ഇപ്പോൾ നമ്മൾ പ്രണയിച്ചു എന്ന് പറഞ്ഞാലും ശരി, അല്ലാതെ മാരേജസ് ഓഫ് കൺവീനിയൻസ് എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ പെണ്ണ് കണ്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിന് നല്ല കുട്ടി ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കല്യാണങ്ങൾ, അതിലാണെങ്കിൽ പോലും ഒരു സമയം കഴിയുമ്പോഴാണ്, കാരണം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്ത മനുഷ്യരാണ് ഒരുമിച്ച് പെട്ടെന്ന് ഒരു ദിവസം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേർക്കും പരസ്പരമുള്ള തിരുത്തുകൾ ആവശ്യമുണ്ടാവും, പരസ്പരമുള്ള കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഫോർ എവർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിഷ്ണു വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു തരത്തിൽ ആ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് എന്ത് അർത്ഥത്തിലെന്ന് വെച്ചാൽ ടോക്സിക് ആയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നിനെ എല്ലാ കാലവും തലയിൽ വെച്ച് ചുമക്കണം എന്ന അർത്ഥത്തിലല്ല. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾക്കാണ് എന്തെങ്കിലും പാളിച്ച വന്നാലും നമ്മൾ അവരെ സ്നേഹിക്കാൻ കണ്ടെത്തുന്നൊരു കാരണമുണ്ട്. എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയല്ലേ. പിന്നെ കൂടപ്പിറപ്പുകളാണെങ്കിലും നമ്മൾ പറയും, എന്ത് പറഞ്ഞാലും എൻ്റെ കൂടപ്പിറപ്പല്ലേ, നമ്മൾ വേണ്ടേ എന്നുള്ളൊരു സംഭവം. ഇതേപോലെ കൂട്ടുകാരെ ആണെങ്കിലും നമ്മൾ ഒരു തരത്തിലും വൈബ് മാച്ച് ചെയ്യാത്ത കൂട്ടുകാർ വരെ നമ്മൾ പറയില്ലേ, ഇവനും ഞാൻ ഒട്ടും ഒക്കെ ഓപ്പോസിറ്റ് പോൾസാണ്, പക്ഷേ അന്നോട്ട് ഞങ്ങൾ കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എലമെൻ്റ് ഉണ്ട്. ആ ഒരു എലമെൻറ്റ് നമ്മളൊരു ഫാമിലി എന്നതിൽ വരുമ്പോഴും നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഹൽദിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ വിഷ്ണുവിൻ്റെയും അഞ്ജലിയുടെയും ഏറ്റവും ബെസ്റ്റ് ഹൽദി ആയിരുന്നിരിക്കും, കാരണം അതിൽ എൻജോയ് ചെയ്യുന്നത് നിങ്ങളാണ്. മറ്റേ കാര്യങ്ങളിൽ നമ്മൾ സമൂഹത്തെ സന്തോഷിപ്പിക്കണം, നമ്മുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം. ഈ കാര്യങ്ങളിൽ ഉപരിയായിട്ട് ഈ രണ്ട് പങ്കാളികൾക്ക് തമ്മിൽ പറയാൻ കാര്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് തമ്മിൽ സംസാരിക്കുന്നത് മടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് നിഹയും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, പൊന്നു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അത് ശരിയായൊരു രീതിയല്ല. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്കറിയാത്ത ഒരു പോയിന്റ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. എന്നെ കുറച്ചുകൂടി, നമ്മളെല്ലാവരും ഓരോ ദിവസവും ഉണരുന്നത് പുതിയൊരു പാഠത്തിലേക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഞാനിത് എടുത്ത് പറയാൻ കാര്യം, ഒരു 18 വയസ്സ് കുട്ടിയുടെ അമ്മയാണ്, അതൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ എൻ്റെയൊക്കെ തന്നെ തലമുറയിലുള്ള പലർക്കും ഇന്നും അത് പലതും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മളിങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക, സമൂഹത്തിൻ്റെ മൂല്യച്യുതി എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. അത് മൂല്യച്യുതിയുടെ പ്രശ്നമല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേ നമ്മൾ പലതും അറിയുന്നുള്ളൂ. മറ്റത് നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ കണ്ടതും മാത്രമാണ് ലോകവും ജീവിതവും. നമ്മളിൽ തന്നെ തുടങ്ങി നമ്മളിൽ തന്നെ അവസാനിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇന്ന് നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി തുറന്ന മനസ്സോടെ കാണാനും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താനും ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമുള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളി അത് കൊണ്ടുപോകാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നിയിട്ടുള്ളൊരു വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രണ്ട് പേരുടെ ഇടയിലുള്ള ഒരു കാര്യം അത് എന്ത് തന്നെയായാലും ആ രണ്ട് പേരിൽ നിൽക്കുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഇപ്പോൾ വിഷ്ണു അഞ്ജലിയും ഉള്ളൊരു കാര്യം, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന അത്ര ഭംഗിയായിട്ട് ഞാൻ ജീവിച്ച ജീവിതത്തെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പുറത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ടോ എനിക്ക് അതിലൊരു ഉപദേശി വേഷം കെട്ടാൻ ഒരിക്കലും സാധിക്കില്ല. അവിടെ അഞ്ജലിയും വിഷ്ണുവും ജയിച്ചു പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഈ ഇൻഫ്ലുവൻസ് ബാധിക്കാത്തപ്പോഴാണ്. പക്ഷേ ചില മനുഷ്യർ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. അങ്ങനെയും വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു അനാവശ്യ സെക്യൂരിറ്റി, നിങ്ങൾ വീട്ടിൽ കണ്ട, അപ്പം നേരത്തെ വിഷ്ണു പറഞ്ഞ കറക്റ്റാണ്, ഞാൻ അന്ന് കണ്ട അഞ്ജലി അല്ല ഇന്ന് ആയിരിക്കില്ല. ചിലപ്പോൾ നാളെ ആ കുട്ടി, ഇപ്പോൾ ആ കുട്ടി ഭാര്യയാണ്, നാളെ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അമ്മയാവുമ്പോൾ അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മാറി, വ്യൂ പോയിൻ്റ് മാറും, എല്ലാം മാറും. പക്ഷേ ഈ ചുറ്റും കാണുന്ന നമ്മളെ സന്തോഷിപ്പിക്കാൻ സംസാരിക്കുന്നവർക്ക് ആ ഒരു കിട്ടുന്ന അരമണിക്കൂറോ അല്ലെങ്കിൽ നമ്മളെ കിട്ടുന്ന സമയത്തോ നമ്മളെ സന്തോഷിപ്പിച്ചാൽ മതിയാവുമായിരിക്കും. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ ബാലൻസിങ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ബാക്കി ബന്ധങ്ങളെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലും അല്ല. ടോക്സിസിറ്റിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സർവ്വം സഹയായിട്ടുള്ള ഭാര്യയോ ഭർത്താവോ ആയിരിക്കാമെന്ന് പറയുമല്ല. പക്ഷേ നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം, എല്ലായിടത്തും നമുക്ക് സാധിക്കുന്നത് പോലെ ഈ ഒരു ബന്ധത്തിലും അത് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കുറച്ചുകൂടി നല്ല മനുഷ്യരായി മാറി മുന്നോട്ട് നല്ലത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കണം. ഓക്കെ, വിഷ്ണു.
യെസ്, എനിക്ക് ഒരു ചെറിയൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാനുണ്ട്. മാം പറഞ്ഞ് തീർത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാം ആദ്യമേ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതായത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം പറയുമോ, അല്ലെങ്കിൽ മാം നേരത്തെ പറഞ്ഞ പോലെ മോളിങ്ങനെ ഭാവിയിൽ നിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ സമ്മതിക്കുമോ? ഞാൻ കല്യാണത്തിനെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത ഒരു ഇതിൽ കല്യാണം സമയത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിക്കണം, പേരൻസിൻ്റെ അടുത്ത് അല്ലാതെ മാറി താമസിക്കണം, നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്ന കുറേ കമൻസുകളുണ്ടായിരുന്നു. കാരണം നിനക്കൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടി നിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ നീ എന്ത് പറയും? അപ്പോൾ നീ അനുഭവിക്കുക, അന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് ഈ വിഷമം, എന്താണ് അച്ഛൻ്റെ വേദന എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മാം പറഞ്ഞപ്പോഴും എനിക്ക് അത് തന്നെയാണ് ചോദിക്കുന്നത്, പറയാൻ തോന്നിയൊരു കാര്യം. അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലീസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു സ്റ്റാൻഡ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുമ്പോൾ ഭാവിയിലുള്ള കുട്ടികൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അല്ലാതെ അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും എന്നുള്ളതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ എൻ്റെ കുട്ടി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേൾക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ അവർ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് അത് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസിന് എനിക്ക് ഇങ്ങനൊരു വേദിയിൽ മറുപടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാൻ വിഷ്ണുവിനെയും പൊന്നുവിനെയും റാണിയും കേൾക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്, പക്ഷെ ക്ലിയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടാവുമെന്ന്, അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ തോന്നുന്നു. യെസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലിരിക്കുന്ന 4 പേരോടും കൂടി തന്നെയാണ് ചോദിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ? ഈശ്വര വിശ്വാസിയാണെങ്കിൽ പ്രകൃതിയിൽ നമുക്ക് ചില ചിട്ടകൾ തന്നിട്ടുണ്ട്. അണ്ഡജം, ഉദടിജം, ഗർഭജം, ഇങ്ങനെ സ്വേദജം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഹോമോസെക്സോ അല്ലെങ്കിൽ ലെസ്ബിയനിസമോ വെച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത, ഒരു കുടുംബിനിയായി ആണും പെണ്ണും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു കുടുംബിനിയായി അവരുടെ മക്കളായി ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കും. അതിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷ നമ്മൾ കാണുന്നു. അതിലൂടെ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യവും എല്ലാം നമ്മൾ അതിനകത്ത് കാണുന്നു. അപ്പം ഈ ഹോമോസെക്സ്വലായിട്ട് ജീവിച്ചു പോയാൽ എവിടെ നമുക്ക് ദൈവം എല്ലാം റീപ്ലനിഷ് ആകാനായിട്ടാണ് എല്ലാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നോക്ക്, മനുഷ്യനല്ലാതെ മറ്റ് ചെടികളെ നോക്ക്. ഇന്ന് നിങ്ങൾ കട്ട് ചെയ്ത് പോയാൽ അത് ഒരാഴ്ച കൊണ്ട് തന്നെ വീണ്ടും അത് കിളുത്തു വരും. ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. നന്ദി. ഓക്കെ, ഞാനൊരു ബൈസെക്ഷൽ വ്യക്തിയാണ്. വളരെ പ്രൗഡായിട്ട് പറയാണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടായത് പെൺകുട്ടികളുമായിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇന്ന് ഇവിടെ ഹോർത്തൂസിൻ്റെ ഈ വേദി വരെ വന്നിരിക്കുന്നുമുണ്ട്. പിന്നെ പ്രകൃതി, മറ്റേ ഇത് ചിട്ട കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെയോ വാക്ക് പറഞ്ഞു, എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ വിശ്വസിക്കുന്ന 3 വാക്ക്: സമാധാനം, സന്തോഷം, സ്നേഹം. ഇതുണ്ടെങ്കിൽ വേറെ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് അതിൻ്റെ അകത്ത് അത് സാർ ഞാൻ അതിന് ഉത്തരം ദൗത്യത്തിൻ്റെ കാര്യം പറയാം. കാരണം സാറ് പറഞ്ഞ പോലെ ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ ഫൂലോ ഫലോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാക്കി അങ്ങനെ സമൂഹത്തിലൂടെയാണ് നമ്മൾ സൊസൈറ്റിക്കും രാഷ്ട്രത്തിനും അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കല്യാണം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തന്നു എന്നുള്ള രീതിയിലാണ്. കാരണം മനുഷ്യനുണ്ടായപ്പം ഇപ്പം നമ്മൾ എന്ത് ബിഗ് ബാങ് തിയറിയോ അല്ലെങ്കിൽ എവിടെ നിന്ന് എന്ത് പരിപാടി തുടങ്ങിയപ്പോഴോ ഒരു കുടുംബം വെച്ച് തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ വന്ന് നിന്നല്ല. നമ്മൾ ഏകകോശത്തിൽ നിന്ന് ഉണ്ടായി വന്ന് മറ്റേ ഇപ്പോൾ ആദം ഹവ്വയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ആണും ഒരു പെണ്ണും, പിന്നെ അതിനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻസിസ്റ്റ് റിലേഷൻഷിപ്പ് പോലും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടം വരെ എത്തി ഹോർത്തോസിൻ്റെ വേദിയിലിരിക്കുന്നത്. 2025 നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോയി അവസ്ഥയിലാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവം നമ്മളെ ഒരു കുടുംബം 2 കുടുംബം അപ്പുറത്ത് അവർ കല്യാണം കഴിച്ച് അടുത്ത കുടുംബം ഉണ്ടായി അങ്ങനെയല്ല. കാരണം നമ്മൾ പുറകോട്ട്, നമ്മൾ ഭാവിയിലേക്ക് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ പുറകോട്ട് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു ചോദ്യം തേടി പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആണുമില്ല പെണ്ണുമില്ല,
നമ്മൾ ഏകകോശത്തിൽ നിന്ന് ഉണ്ടായി വന്ന് അതിൻ്റെ അത് പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ട്, ആണുമായിട്ട് ഉണ്ടായിട്ടുണ്ട്, പെണ്ണും നമ്മൾ പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, കസിൻസിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഓസ്പ്രിങ് ഉണ്ടാവാൻ പറ്റാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ കുട്ടികളുണ്ടായി. പിന്നെ രാജാക്കന്മാർ വന്നു, അവർക്ക് കുറച്ചുകൂടെ ഭരിക്കാൻ എളുപ്പമായതുകൊണ്ട് ഒരാൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരുന്നു, മതം കൊണ്ടുവരുന്നു, ആ മതത്തിൽ കല്യാണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പം നമ്മളെ കുറച്ചുകൂടെ ഭരിക്കാൻ എളുപ്പമാകുന്ന ഒരു കൺസെപ്റ്റായി ഇതിനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് ഇതിന് ദൈവസങ്കല്പം വരുന്നത്. അങ്ങനെയാണ് പിന്നെ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു എവിടുന്ന് തുടങ്ങിയിട്ട് എന്ന് സൊസൈറ്റി ഉണ്ടായെന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നു, മൈക്ക് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്ത് ചർച്ച ചെയ്യുന്നു? ഭാവിയിൽ കല്യാണം കഴിച്ചാലല്ലേ സൊസൈറ്റി ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ സാറ് പറയുന്നതിനെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് എതിർത്തുകൊണ്ട് താങ്ക് യു. ഞാൻ ചേട്ടൻ പറഞ്ഞ ചോദ്യത്തിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയത് എന്താണ് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നില്ല വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ അത്രയും ഒരു മോശപ്പെട്ട ഒരു വ്യവസ്ഥയെയാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥയിൽ നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് നമ്മുടെ തെറ്റല്ല. പക്ഷേ ഈ വ്യവസ്ഥ ഇതുപോലെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് അത് മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു മിനിറ്റ്. ചേട്ടാ, നമുക്ക് ആർക്കും ഈ വാക്കുകളുടെ അർത്ഥം കൂടി അറിയില്ല. അപ്പോൾ ഒരു മിനിറ്റ്, റാണി പറയും. സാർ ചോദിച്ച കാര്യത്തിലേക്കാണ്. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ സാർ ചോദിച്ചു നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ, ഞാൻ ശക്തമായി ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, പ്രപഞ്ച ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതുകൊണ്ടാണ് എല്ലാം നമ്മൾ തലകുത്തി നടക്കാതെ നേരെ നടക്കുന്നതും തലകൊണ്ട് ചിന്തിക്കുന്നതും നമ്മളെല്ലാവരും ഇവിടെ വ്യത്യസ്ത ഐഡിയോളജിയൊക്കെ കൊണ്ട് എന്നാൽ അതിലൊരു ഒരുമയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നതും. സാർ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. നമ്മളെ കാലങ്ങളായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. ഞാനും പഠിച്ചു വന്ന കാര്യം ഇത് തന്നെയാണ്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ സാർ, ഇപ്പോൾ ഈ ഇരിക്കുന്ന വ്യത്യസ്ത ചിന്താഗതിയുള്ള നിഹയാണെങ്കിലും പൊന്നു ആണെങ്കിലും ഇവരാരും ഒരു പോയിന്റിൽ ഇവർ തീരുമാനിക്കുന്നതല്ലല്ലോ സാർ ഞാൻ ഇങ്ങനെ ഇനി ആയിരിക്കുള്ളൂ. അല്ല, അവർ ജനിച്ച സാഹചര്യങ്ങൾ, അവരുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അവരുടെ ജീവിതം അവർക്ക് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടാവാം. പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും പല ആളുകളും പലതിലേക്ക് പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് പറയാൻ കഴിയുക സാർ? ഇപ്പം സാറിന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞത് സാർ അത്തരം ചിന്തകളിലേക്ക് ഇതുവരെ പോയിട്ടില്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷേ സാർ അത്തരം ചിന്തകളിലേക്ക് പോയിരുന്ന ഒരാളാണെങ്കിൽ സാർ ഒരിക്കലും അത് ചോദിക്കില്ല. അല്ല സാർ, ഇതിൻ്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിൽ കുറച്ചുകൂടി എന്താ പറയുക, ഒരു തള്ള വൈബിലിരിക്കുന്ന ആൾ ഞാനാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറച്ചു തന്നെ സാറിനോട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇവർ പിന്നെ എവിടെയാണ് പോവുക സാർ? ഇതേ പ്രകൃതിയാണല്ലോ അവരെയും ജനിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്ത് സ്ഥാനമുണ്ടെങ്കിൽ ഈ ലോകം അവരുടേത് കൂടിയല്ലേ. അപ്പോൾ അവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ? ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൊക്കെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ സാർ. അപ്പോൾ കുറച്ച് പേര് അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. നമുക്കവരെ എന്തിനാണ് നമ്മൾ തള്ളിക്കളയുന്നത്? അല്ല, വളരെ സയൻറ്റിഫിക്കലി എംപെരിക്കലി പറയുകയാണെങ്കിൽ എല്ലാവരും ലെസ്ബിയനും ഗേ ആവാനും യാതൊരു സാധ്യതയില്ല, ഒന്നാമത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അയ്യോ, വിവാഹം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതി വരെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഹോമോസെക്ഷൽ ആൾക്കാർ. നിങ്ങളാണ് ഞങ്ങളെ സമ്മതിക്കാത്തത്. ഞങ്ങൾക്ക് പാർട്ട്ണറായിട്ട് രജിസ്റ്റർ ചെയ്യാനോ ഒരു പോളിസി പോലും ഒന്നിച്ചെടുക്കാനോ, അല്ലെങ്കിൽ വേണ്ട, മരിച്ചുപോയിട്ട് പങ്കാളി മരിച്ചുപോയിട്ട് ഞങ്ങൾക്ക് ഡെഡ് ബോഡി കിട്ടുന്നില്ല. കാരണം എന്താ? പാർട്ട്ണറാന്ന് തെളിയിക്കാനുള്ള രേഖ നമുക്കില്ല. ഞങ്ങൾക്ക് കുടുംബം വേണം സർ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം സർ. എന്താണ്? അയ്യോ, റീപ്ലനിഷ് ചെയ്യാൻ എഗ്ഗും സ്പേമും രണ്ടാൾക്കാരുടെ തന്നെ വേണമെന്നില്ല. അഡോപ്ഷൻ പോസിബിൾ ആണ്. എത്രയോ ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് സ്ത്രീകളും ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള സമൂഹം തന്നെയാണ് ഇത്. ഇതുവരെ എന്തായാലും അത് കാരണം ആണവ അറ്റം ബോംബ് വീണിട്ടില്ല. 2 ലെസ്ബിയൻസ് പ്രേമിച്ചു എന്ന് പറഞ്ഞിട്ട് അറ്റം ബോംബ് വീണ് ഒരു ചരിത്രമില്ല. പകരം ഈ സിസ്റ്റം തന്നെയാണ് അറ്റം ബോംബ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നല്ല വൃത്തിക്ക് മക്കൾ വളർത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാ കാര്യം. ഇനിയിപ്പോൾ കുടുംബമൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ. പിന്നെ നേരത്തെ ദൗത്യത്തിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ജനിച്ചു വീഴുന്ന ദൗത്യം. യെസ്, ഞാനൊരു യൂട്രസുമായിട്ട് ജനിച്ച ആളാണ്. പക്ഷേ എനിക്ക് ദൗത്യമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ എൻ്റെ ദൗത്യം ഈ
ഓൾറെഡി നല്ല അലങ്കോലമായി കിടക്കുന്ന പ്രശ്നം പിടിച്ച് കിടക്കുന്ന ഈ സമൂഹത്തിൽ പുതിയൊരാളെ കൊണ്ടുവരിക എന്നതിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഇവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും എന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിത ദൗത്യമായിട്ട് കാണുന്നത്. ക്ഷമിക്കണം, സമയപരിമിതി മൂലം ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെഷൻ മനോഹരമാക്കിയ ഏവർക്കും മനോരമ ഹോർത്തൂസിൻ്റെ നന്ദി. സ്നേഹ സമ്മാനം നൽകുന്നതിനായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ മാർക്കറ്റിംഗ് മലയാള മനോരമ സുരേഷ് കുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ലെസ്ബിയനും ഗേ ആവാൻ പോകുന്നില്ല, അങ്ങനെ ഒരു പ്രതിഭാസം വരൂല. അല്ല, ഇത് എന്താ സംഭവം എന്നറിയോ, ഇത് കണ്ടിട്ട് മാറുവാണെങ്കിൽ, അതായത് സെക്ഷുവാലിറ്റി, ഒരു മനുഷ്യനോട് പ്രേമം തോന്നുന്നതിനാണല്ലോ ഈ ലെസ്ബിയൻ ഗേ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കണ്ടിട്ട് മാറുവാണെങ്കിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ സിസെട്രോ ആൾക്കാരായേനെ, അതായത് എനിക്ക് ഒരു ആണിനോട് പ്രേമം തോന്നിയേനെ. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം, ഭയങ്കര സന്തോഷത്തോടെയൊന്നല്ല ഞാൻ ബൈസെക്ഷലാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആണിനെ പ്രേമിച്ച് അല്ലെങ്കിൽ ഒരു സിസ് സ്ത്രീയായിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇത് മാറ്റാൻ വല്ല സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. എന്താ വെച്ചാൽ എനിക്ക് സമാധാനമാണ് വേണ്ടത്. അത് നടക്കാത്തതുകൊണ്ടാണ് നഷ്ടമായി ഈ ജീവിതത്തിൽ ഇങ്ങോട്ട് ജീവിക്കാം, ഇത് നോർമലാണെന്നുള്ള കാര്യം പറയാം എന്നുള്ള പറയുന്നത്. മാത്രമല്ല, ആണും പെണ്ണും തമ്മിലുള്ള പ്രേമവും വിവാഹമൊക്കെയാണ് ഏറ്റവും കൂടുതൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട വഴി ലെസ്ബിയനും ഗേ ആയിട്ടുള്ള ആൾക്കാർ മാറുമായിരുന്നെങ്കിൽ ആദ്യം നമ്മളൊക്കെ ആയിരുന്നു മാറുക, അല്ലേ പൊന്നു? പക്ഷെ അതല്ല സംഭവിക്കുന്നത്. അപ്പോൾ ഈ മീഡിയ കണ്ടുകൊണ്ട് ആൾക്കാർ ലെസ്ബിയനോ ഗേ ആവാൻ പോകുന്നില്ല. ഈ ഹോർത്തൂസിലൊരു വേദിയിൽ നമ്മൾ വന്നുകൊണ്ട് എല്ലാവരും ലെസ്ബിയനും ഗേ ആവാൻ പോകുന്നില്ല. അല്ല, അത് ചേട്ടൻ അങ്ങനെ ആഗ്രഹിച്ചാലും അങ്ങനെ നടക്കൂല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കലേ പറ്റുള്ളൂ.